നമസ്കാരം, എല്ലാവർക്കും ജയൻസ് ഹെൽത്ത് ആൻഡ് ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഐ ആം ഡോക്ടർ ജുനൈദ്. ഓവർ തിങ്കിങ് ചെയ്യുന്ന ആളുകളാണോ നിങ്ങൾ? ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് കൂട്ടി അത് ചിലപ്പോൾ വേണ്ടതോ വേണ്ടാത്തതോ ഒക്കെ ആയിരിക്കും. ചിലപ്പോൾ കഴിഞ്ഞ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇനി നടക്കാൻ പോകുന്ന കാര്യം എന്ത് തന്നെ ആയിക്കോട്ടെ, ഈ ഓവർ തിങ്കിങ് എന്ന് പറയുന്നൊരു സംഭവം നമ്മുടെ ജീവിതത്തിലെ വലിയ പ്രൊഡക്റ്റീവ് ടൈമൊക്കെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയല്ലേ. ഫോർ എക്സാമ്പിൾ, നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ചെറിയ ചെറിയ ഒരുപാട് വർക്കുകൾ നമുക്കുണ്ടാവും. നോട്ടീസ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ പലപ്പോഴായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ സ്ക്രോൾ ചെയ്ത് നിൽക്കുകയായിരിക്കും. അപ്പോഴും മറ്റെന്തെങ്കിലുമൊക്കെ ചിന്തിച്ച് നിൽക്കുന്ന ആളുകളായിരിക്കും. ഇങ്ങനെ ഈ ഓവർ തിങ്കിങ്ങിനെ അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് ചുറ്റുള്ള കാര്യങ്ങളെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിൽ എൻജോയ്മെൻറ്റ് കണ്ടെത്താനും നമ്മുടെ ചുറ്റുള്ള ചെറിയ ചെറിയ വർക്കുകളൊക്കെ അക്കംപ്ലിഷ് ചെയ്യാനൊക്കെ പറ്റിക്കഴിഞ്ഞാലല്ലേ നമുക്ക് വലിയ വലിയ കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് നല്ലൊരു ജീവിത ശൈലിയും ജീവിതവും കെട്ടിപ്പടുക്കുക എന്നുള്ളതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മൈൻഡ്ഫുൾനെസ് ഡെവലപ്പ് ചെയ്യാനുള്ള 3 ടിപ്സുമായിട്ടാണ് ഞാനിന്ന് വീഡിയോയിലൂടെ വന്നിട്ടുള്ളത്. ഒന്നാമത്തെ ടിപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മനസ്സിനെ തന്നെ നിരീക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതെങ്ങനെ നിരീക്ഷിക്കാം? ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു സിമ്പിൾ ചോദ്യത്തിലൂടെയാണ്. ആ ചോദ്യം ഇതാണ്: ഏത് ചിന്തയാണ് ഇപ്പോൾ എൻ്റെ മനസ്സിൽ? ഈ ചോദ്യം ചോദിച്ച ഉടനെ നിങ്ങളുടെ മനസ്സ് ബ്ലാങ്ക് ആവുന്നത് നിങ്ങൾക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു കാര്യം, നിങ്ങളിത് ജഡ്ജ്മെൻറ്റ് കൂടാതെ വേണം ചോദിക്കാൻ വേണ്ടിയിട്ട്. അതായത് ഏത് ചിന്തയാണ് എൻ്റെ മനസ്സെന്ന് ചോദിച്ചിട്ട് ആ ചിന്ത എന്താണ് അതിനെക്കുറിച്ചിട്ട് ഓരോ ക്വസ്റ്റ്യനും ചോദിച്ച് മനസ്സുകൊണ്ട് വീണ്ടും ചിന്തിച്ച് കഴിഞ്ഞാൽ അത് വർക്കാവില്ല. പക്ഷെ ഒരു ജഡ്ജ്മെൻ്റ് ഇല്ലാതെ ചോദിക്കണം കേട്ടോ. വേണമെങ്കിൽ ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ, നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് രണ്ടാമത്തെ ടെക്നിക്കാണ് 5 4 3 2 1 ടെക്നിക്ക്. 5 4 3 2 1 ടെക്നിക്ക് എങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നിങ്ങൾ ചുറ്റൊന്ന് നോക്കുക. 5 വസ്തുക്കൾ, നിങ്ങൾ കൺമുമ്പ് കാണുന്ന 5 വസ്തുക്കൾ നിങ്ങളുടെ മനസ്സിൽ നോട്ടീസ് ചെയ്ത് പേര് പറയാം. അത് ഉറക്കെ പറയണമെന്നില്ല, മനസ്സിനുള്ളിൽ പറഞ്ഞാൽ മതി. ഉദാഹരണത്തിന് വിൻഡോ, അല്ലെങ്കിൽ ലാപ്ടോപ്പ്, ക്യാമറ, ബാഗ്, അങ്ങനെ പല കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ കാണുന്ന പല കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാൻ പറ്റും. അടുത്തത് 4 കാര്യങ്ങൾ, അതായത് നിങ്ങളെ കൊണ്ട് ഫീൽ ചെയ്യാൻ പറ്റുന്ന 4 സെൻസേഷൻസ് നിങ്ങൾ മനസ്സിൽ നോട്ടീസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കരുതാൻ അതെന്താണെന്നുള്ളത് എന്നല്ലേ. വളരെ സിമ്പിളാണ്. നമ്മൾക്ക് ഷർട്ട് ഇട്ടിട്ടില്ലേ, അപ്പോൾ ഷർട്ട് വളരെ സോഫ്റ്റ് ആണോ റഫാണോ, അതെങ്ങനെയാണ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നത്? നിങ്ങൾ ഇരിക്കുമ്പോൾ ആ പ്രതലം എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്? ചവിട്ടുന്ന പ്രതലം എങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്? നിങ്ങൾ കൈ ഇപ്പോൾ ശരീരത്ത് വെക്കുകയാണെങ്കിൽ ആ കൈയിൻ്റെ വാംനെസ് എങ്ങനെയാണ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്? അങ്ങനെ 4 കാര്യങ്ങളെങ്കിലും നിങ്ങൾ മിനിമം ഒന്ന് നോട്ടീസ് ചെയ്യാൻ നോക്കുക. മൂന്നാമത്തേതാണ്, നമുക്ക് ചുറ്റും പല ശബ്ദങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് 3 ശബ്ദം നിങ്ങൾ നോട്ടീസ് ചെയ്യാം. അത് ചിലപ്പോൾ വാഹനം പോകുന്നതോ, അല്ലെങ്കിൽ ആരെങ്കിലും വാഷ്റൂമിൽ പോയി ഫ്ലഷ് അടിക്കുന്ന ശബ്ദമോ, അല്ലെങ്കിൽ കാറ്റടിക്കുന്ന ശബ്ദമോ, അങ്ങനെ പല ശബ്ദങ്ങളായിരിക്കാം. അടുത്തതാണ് നമുക്ക് സ്മെല്ല് ചെയ്യാം. 2 സ്മെല്ല് നിങ്ങൾ നോട്ടീസ് ചെയ്യാൻ നോക്കുക. ചിലപ്പോൾ നമുക്ക് ചുറ്റും സ്മെല്ലൊന്നും കിട്ടണമെന്നില്ല. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അടുത്തുള്ള സേഫായ ഒരു ഒബ്ജക്റ്റ് എടുത്തിട്ട് സ്മെല്ല് ചെയ്ത് നോക്കാവുന്നതാണ്. അങ്ങനെ ആ സ്മെല്ല് നോട്ടീസ് ചെയ്യുക. ഇനി അവസാനത്തേതാണ് രുചി സെൻസ് ചെയ്യാൻ നോക്കുക. ചിലപ്പോൾ നമ്മുടെ ഉമിനീരിൽ ചില തരത്തിലുള്ള രുചി ഉണ്ടാവാം, ഭക്ഷണം കഴിച്ചതിൻ്റെ ഒക്കെ ഭാഗമായിട്ടുള്ളതായിരിക്കാം. അതൊന്ന് നോട്ടീസ് ചെയ്ത് നോക്കുക. ഇനി അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും സ്നാക്സ് വായിലിട്ട് നോക്കിയൊക്കെ ചെയ്യുക. അങ്ങനെ രുചി സെൻസ് ചെയ്യാൻ നോക്കുക. ഈ ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് ഡെയിലി ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നോക്കാം. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ നോട്ടീസ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും, എല്ലാ ദിവസവും എൻ്റെ മൈൻഡ്ഫുൾനെസ്, അല്ലെങ്കിൽ ഞാൻ ഈ ചുറ്റുപാടും ശ്രദ്ധിക്കുന്നത് വളരെ കുറവായിരുന്നു നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. അത് ഇമ്പ്രൂവ് ആയി വരുന്നതായിട്ട് നിങ്ങൾക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റും. അതാണ് 5 4 3 2 1 ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇനി അവസാനത്തെ ഒരു ടെക്നിക്കാണ് ഡീപ്പ് ബ്രീത്തിങ് ടെക്നിക്സ്. അതായത് നിങ്ങൾ മനസ്സ് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ബ്രീത്ത് ചെയ്യണം. 4 സെക്കൻഡ് എടുത്തുകൊണ്ട് ശ്വാസം ഉള്ളിലോട്ട് എടുക്കണം, 4 സെക്കൻഡ് ശ്വാസം ഹോൾഡ് ചെയ്യണം, അതിനുശേഷം 4 സെക്കൻഡ് എടുത്തുകൊണ്ട് ശ്വാസം പുറത്തോട്ട് വിടണം. ഇത് നിങ്ങൾ ഒരു 10 തവണ കണ്ടിന്യൂസ് ആയി റിപ്പീറ്റ് ചെയ്യണം. ഫ്രീ ആയി നിൽക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്ന ടെക്നിക്കാണിത്. അപ്പം ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ മനസ്സ് കാമായതും സ്ട്രെസ്സ് കുറഞ്ഞതൊക്കെ ആയിട്ടുള്ളത്. അപ്പം ഈ ഒരു 3 ടെക്നിക്ക് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഒതുക്കാൻ പറ്റുന്നത് പോലെ, അതായത് നിങ്ങളുടെ കൺട്രോളിൽ നിങ്ങളുടെ മനസ്സിനെ കൊണ്ടുവരാൻ പറ്റുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു ടെക്നിക്ക് തന്നെ ആയിരിക്കും ഇത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കാൻ നോക്കുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയിട്ടുള്ള കമൻറ്റുകൾ ഈ വീഡിയോക്ക് താഴെയായിട്ട് ഷെയർ ചെയ്യാനും നോക്കാം.
നിങ്ങളുടെ ഓരോ കമൻറ്റുകളൊക്കെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതായിരിക്കും. അപ്പം അടുത്ത നല്ലൊരു കണ്ടൻറ്റുമായിട്ട് വരാം. അതുവരേക്കും ഗുഡ് ബൈ.